കർക്കടവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെനോ ഇന്ത്യയുടെ ഒരു 3 ദിവസത്തെ ദീർഘദൂര യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 3-ാം ദിവസം നമ്മളോടൊപ്പം കിട്ടിയിരിക്കുന്ന വാഹനം റെനോ കൈഗറാണ്. ഗോകർണയിൽ നിന്ന് ഗോവ വരെ ഓടിക്കുന്നത് ഈ സ്പോട്ടിലേക്കുള്ള ഈ ഒരു SUV-ക്കൊപ്പം ഉള്ള യാത്രയാണ്. ഞാനും ആതിര മുരളിയും ഒരുമിച്ചാണ് ഈ വാഹനം ഓടിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഏകദേശം 136 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിക്കുന്നത്. ഒരു 3 മണിക്കൂറോളം വരുന്ന ഒരു ഡ്രൈവ്. അപ്പം ആദ്യ ദിവസം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും മട്കേരി വരെയുള്ള ഒരു യാത്രയായിരുന്നു. അത് റെനോ കിഡുമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. റെനോ കിഡ് എന്ന് പറയുന്ന കുഞ്ഞൻ ഹാച്ച് ബാക്കിൻ്റെ ഇത്രയും പവർഫുള്ളാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. 260 കിലോമീറ്റർ ഓടിച്ചു, 6 മണിക്കൂർ ഓടിച്ചു. ശരിക്കും കാട്ടിലൂടെയും ഭയങ്കര മോശമായ കുറേ റോഡുകളിലൂടെയും നല്ല റോഡുകളിലൂടെയും ഒക്കെ ഓടിച്ചു. പിന്നെ 2-ാം ദിവസം നമുക്ക് കിട്ടിയത് 7 സീറ്റർ ട്രൈബറാണ്. ട്രൈബറിനൊപ്പമുള്ള ഒരു യാത്രയും അത്യാവശ്യം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഏറ്റവും അതിലൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എൻജിൻ്റെ പാകപ്പിഴയാണ്. അതൊരു ഇനിഷ്യൽ സ്റ്റേജിൽ കുറേ ലാഗിങ്ങും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഫീൽ ചെയ്തു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിലെത്തിയിരിക്കുന്ന കൈഗറിൻ്റെ അവസ്ഥ. ശരിക്കും ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് കൈഗറിൻ്റെ ടർബോ പെട്രോൾ മാനുവൽ പതിപ്പാണ്. അപ്പോൾ ശരിക്കും ഒരു ടർബോ വാഹനം 1 ലിറ്ററിൻ്റെ ആണെങ്കിലും 3 സിലിണ്ടർ ഓടിക്കുമ്പോൾ ഉള്ള ഒരു ത്രില്ലിലാണ് ഞാനും ആതിര മുരളിയും എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗോകർണയിൽ നിന്ന് രാവിലെ ഗോവയിലേക്കുള്ള യാത്രാമധ്യേ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസിൽ ഈ വാഹനത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1889 സ്ഥാപിതമായ ഫ്രഞ്ച് മൾട്ടിനാഷണൽ ഓട്ടോമേക്കറാണ് റെനോ. റെനോയ്ക്ക് 128 രാജ്യങ്ങളിലേക്ക് അവർ വാഹനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലേക്ക് അവർ എത്തിയത് 2005 മാത്രമാണ്. ഇതുവരെ അവർ ഇവിടെ അവതരിപ്പിച്ച വാഹനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 7 എണ്ണം മാത്രമാണ് അവതരിപ്പിച്ചത്. അതിൽ ഇപ്പോൾ വിപണിയിലുള്ളത് 3 വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 3 വാഹനങ്ങളും BS6 നോംസ് പ്രകാരം ഉള്ള വാഹനങ്ങളാണ്. ഈ 3 വാഹനങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് റെനോ കിഡാണ്, കൈഗറാണ്, അതുപോലെ തന്നെ റെനോ ട്രൈബറാണ്. നമ്മൾ ഈ ഒരു വാഹനത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ശരിക്കും ഒരു മസ്കുലാർ ലുക്കിലുള്ള SUV ആണ് റെനോ കൈഗർ എന്ന് പറയാം. ശരിക്കും ഈ വാഹനത്തിൻ്റെ മറ്റൊരു അതായത് ഓഡിയൻസിനെ, അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ആകർഷിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള കളറുകളിൽ 6 കളറുകളിൽ ഈ വാഹനം ലഭ്യമാണ്. 6 മോണോട്ടോൺ കളറുകളിലും അതിൻ്റെ തന്നെ ഡ്യുവൽ ഓപ്ഷനിലും വാഹനമാണ്. നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു വാഹനമാണ്. മുൻഭാഗത്തെ ഏറ്റവും ആകർഷണീയതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 യൂണിറ്റുകളായി തോന്നുന്ന ഈ ഒരു LED ഹെഡ്ലൈറ്റുകളാണ്. അതായത് അവർ പറയുന്നത് ട്രൈ ഒക്റ്റ LED ഹെഡ്ലൈറ്റുകൾ. ഇവിടെ വളരെ സ്ലീക്കായിട്ടുള്ള DRLs കാണാം. ഇവിടെയായിട്ട് കുറച്ച് ക്രോമിൻ്റെ എലിമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. വളരെ വലിപ്പമേറിയ ഒരു, എപ്പോഴും നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമെന്ന് തോന്നിക്കുന്ന ഒരു ലോഗോ യൂണിറ്റ് ആയിരുന്നു റെനോയുടേത്. അപ്പോൾ ഇന്നലെ ഒഫീഷ്യൽസ് പറഞ്ഞത് അവരുടെ ലോഗോ മാറാൻ പോവുകയാണ്. അതായത് അടുത്ത് ഇറങ്ങുന്ന വാഹനങ്ങളിലേക്കെല്ലാം തന്നെ പുതിയൊരു ലോഗോ, കുറച്ചുകൂടി ക്യൂട്ടാണ്, കുറച്ചുകൂടി വലിപ്പമൊക്കെ കുറഞ്ഞ ലോഗോകൾ വരുന്നു. എന്ന് വരുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെയായിട്ട് സിൽവർ കളറിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ മുൻഭാഗം ശരിക്കും നല്ല റോഡ് പ്രസൻസ് രീതിയിൽ തരുന്ന രീതിയിൽ ഇവിടെ ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഉണ്ട്. വളരെ ബൾക്കി ആയിട്ട് തോന്നുന്ന, ഇങ്ങനെ ഇവിടെയൊക്കെ നല്ല ഹൂഡിലൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ നല്ല കർവ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഒരു മുൻഭാഗത്തെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മസ്കുലർ ഫീൽ തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ്. സ്പോർട്ടി ലുക്കിന് വേണ്ടിയിട്ട് ശരിക്കും റൂഫ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോഡി കളേർഡ് ORVMs ആണ് കാണുന്നത്. നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് RXZ എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റാണ്. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പതിപ്പിലുള്ള പെട്രോൾ വാഹനമാണ് നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓടിച്ച 2 വാഹനങ്ങളെ അപേക്ഷിച്ച് ഒരു ടർബോ പെട്രോൾ എൻജിൻ്റെ കുതിപ്പ്, അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്, ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ തന്നെയും ഈ ഒരു യാത്രയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. സൈഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അതും ആകർഷണീയതയാണ്, ഇംപ്രസീവ് ആണെന്ന് തന്നെ പറയാം. 16 ഇഞ്ച് അലോയ് വീലുണ്ട്, ഡ്യുവൽ ടോൺ അലോയ് വീലുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് റെഡ് കാലിപ്പർ വന്നിട്ടുണ്ട്. നടുക്കായിട്ട് റെനോയുടെ ലോഗോ റെഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. വീൽ ആർച്ച് ആണെങ്കിലും ഇതിൽ നിന്ന് ഇവിടുത്തെ ഒരു അകലം നന്നായിട്ട് വിസിബിളാണ്. പിന്നെ സൈഡിൽ റൂഫ്
റെയിൽ കൂടുതൽ സ്പോട്ടി ലുക്ക് നൽകുന്നു. അതുപോലെ തന്നെ സൈഡ് ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. മൊത്തത്തിൽ ബ്ലാക്കിൻ്റെ മയമാണ്. അപ്പം ഹാൻഡിൽസും ബ്ലാക്കിലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. റെനോ കൈഗറിൻ്റെ പിൻകാഴ്ച മുൻഭാഗത്തേക്കാൾ ഇംപ്രസീവ് ആണെന്ന് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. ഇതിൻ്റെ ഒരു റൂഫ് റെയിലിൻ്റെ കാഴ്ച തന്നെ പിന്നിൽ നിന്ന് കാണാം. അതുപോലെ തന്നെ സ്പോയിലർ ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനയും കാണാം. ഇവിടെയായിട്ട് ബ്രേക്ക് ലൈറ്റ് വന്നിരിക്കുന്നു. ഡിഫോഗറോട് കൂടിയിട്ടുള്ള റിയർ വൈപ്പർ നൽകിയിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളത് ബ്രാൻഡ് ലോഗോ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. വെഹിക്കിളിൻ്റെ പേര് കൈഗർ എന്നുള്ളത് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ടർബോ പെട്രോളിലുള്ള വാഹനമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ക്രോമിൻ്റെ എലിമെൻറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ റെനോ കൈഗറിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയാം. മുൻഭാഗത്താണെങ്കിലും പിൻഭാഗത്താണെങ്കിലും. അപ്പം നീണ്ട ഒരു സ്ട്രിപ്പ് ഇവിടെയായിട്ട് കാണാം. ഇവിടെയൊക്കെ സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സിൽവർ കളറിലുള്ള സ്കിഡ് പ്ലേറ്റ് ബാക്ക് ആയിട്ട് കാണാം. ഇനി പറയാനുള്ളത് ഇതിന് ബൂട്ട് സ്പേസിനെ കുറിച്ചിട്ടാണ്. 405 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് ഉള്ളത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് എന്ന് തന്നെ കാണാം. നമ്മുടെ ലഗേജുകളൊക്കെ തന്നെയും ഇവിടെയായിട്ടുണ്ട്. പിന്നെ ഇവരിവിടെ ശരിക്കും ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്പെയർ വീലുകളൊക്കെ തന്നെയും കാണാം. വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് 60-40 സ്പ്ലിറ്റാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ബൂട്ട് സ്പേസ് പോരാ എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമുക്ക് റിയർ സീറ്റുകൾ ടംബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 879 ലിറ്ററാണ്. ഈ ടർബോ ചാർജ്ഡ് വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 PS ഇതിൻ്റെ ടോർക്ക് 152 ന്യൂട്ടൺ മീറ്ററുമാണ്. ഈ വാഹനത്തിലേക്ക് ശരിക്കും ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റോട്ടറി നോബ് നൽകിയിട്ടുണ്ട്. പല ഡ്രൈവ് മോഡ്സിലും നമുക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും ടർബോ വാഹനം കിട്ടിയ സന്തോഷത്തിൽ ശരിക്കും നമ്മൾ സ്പോർട്സ് മോഡിലൊക്കെ തന്നെയാണ് ഈ ഓടിച്ചത്. ഫ്യൂൽ എഫിഷ്യൻസി അത്യാവശ്യം പല മോഡുകളിലിട്ട് നമ്മൾ നോക്കി, പല സ്പീഡുകളിലിട്ട് നോക്കി. എന്നാൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള 18 കിലോമീറ്റർ ഫ്യൂൽ എഫിഷ്യൻസി എങ്കിലും ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഇതിൽ ശരിക്കും പുതുതായിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്ന ഒന്നെന്ന് വെച്ചാൽ വെൽക്കം ഫംഗ്ഷനും ഗുഡ് ബൈ ഫംഗ്ഷനും ഇതിൻ്റെ സൈഡ് ORVMലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓട്ടോ ഫോൾഡാണ്. രണ്ടായിരത്തി 2024 കൈഗറിൽ പുതുതായിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ലെതറൈറ്റ് സീറ്റുകളാണ്. ബ്രോൺസ് ടോണിലുള്ള ഒരു കളറിനോടൊപ്പം തന്നെ ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് കാണുന്നത്. അപ്പോൾ അതിലൊരു സ്റ്റിച്ച് കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട്. സെയിം ലെതറൈറ്റ് ആ ഒരു അപ്പോൾസ്ട്രി വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലും അവർ കൂടുതൽ സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. ശരിക്കും ഇതൊരു നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ക്യൂട്ടാണെന്ന് പറയാം. ഡീക്കട്ട് സ്റ്റിയറിംഗ് വീലൊന്നും അല്ല, 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ അതിനകത്തേക്കൊക്കെ തന്നെയും ഗ്ലോസി ബ്ലാക്കിലുള്ള കുറേ എലിമെൻറ്റ്സ് വന്നിട്ട് കുറേ കൂടി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് ഓട്ടോമേക്കറായിട്ടുള്ള റെനോയുടെ എല്ലാ കാറുകൾ കാണുമ്പോഴും നമുക്ക് ശരിക്കും അതിനൊരു ബോഡി ഫ്രെയിമിൽ വളരെ കരുത്ത് തോന്നും. നമ്മളെപ്പോഴും പറയും വാഹനങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഡോർ പാനൽസിലാണെന്ന്. ശരിക്കും നല്ല ഭാരമുള്ള നല്ല ഡോർ പാനൽസ് എന്ന് തന്നെ പറയാം. അപ്പം ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോസി ബ്ലാക്കിൻ്റെ എലിമെൻ്റാണ് കൂടുതലായും വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് ഡോർ പാനൽസിലേക്കൊന്നും അവർ ക്രോം എലിമെൻറ്റ് കൊണ്ടുവന്നിട്ടില്ല. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആർക്കിമിസിൻ്റെ 8 സ്പീക്കറും വ്യൂഫറുമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. നല്ല മ്യൂസിക്കൊക്കെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. 20.32 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ 17.78 വലിപ്പത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് അത്യാവശ്യം നീറ്റായിട്ടെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ഇവിടെ ശരിക്കും സിൽവറിൻ്റെ ഒരു സ്ട്രിപ്പ് കാണാം, സിൽവർ ടോണിലുള്ള സ്ട്രിപ്പ് കാണാം. അത്യാവശ്യം വലിയ ഗ്ലൗ ബോക്സ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ AC ക്രമീകരണത്തിനും മറ്റുമായിട്ട് അവർ റോട്ടറി നോബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫോണുകൾ പ്ലേസ് ചെയ്യാം. വയർലെസ് ചാർജിങ് ഈ വാഹനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ഗിയർ നോബ് ക്യൂട്ടാണ്. അതിനകത്തേക്കും ആ ഒരു ലെതറൈറ്റ് എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊന്നും വലിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമായിട്ട് തന്നെ പറയാം. അത്യാവശ്യം ഹാൻഡ് റെസ്റ്റ് ആയിട്ടും ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു എലിമെൻറ്റ് ഇവിടെയുണ്ട്. ഇവിടെയും നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സീറ്റുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെയ്യുന്ന സീറ്റുകൾ തന്നെയാണ്. നല്ല ഡ്രൈവിംഗ് പൊസിഷനുണ്ട്. ഒരു SUVയുടെ എല്ലാ ഗുണങ്ങളും അവർ നൽകിയിരിക്കുന്നു. ശരിക്കും കോ ഡ്രൈവറുടെ സൈഡിലായിട്ട് മിറർ കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്.
പിന്നെ റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മുൻനിരയിലെ വിശേഷങ്ങൾ. വാഹനത്തിൻ്റെ ക്യാബിൻ സ്റ്റോറേജ് സ്പേസ് 29 ലിറ്ററാണ്. ഇതിനകത്തേക്ക് എയർ പ്യൂരിഫയർ വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് AC വന്നിട്ടുണ്ട്. പിൻനിര വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇംപ്രസീവായി തോന്നിയത് ഇതിൻ്റെ ഒരു വിശാലമായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു റിയർ സീറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. ശരിക്കും ഇത്രയും ലെഗ് റൂം കിട്ടിയിരുന്നുണ്ട്. അത്യാവശ്യം ഹെഡ് റൂമുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 2500 ഇതിൻ്റെ ഒരു വീൽ ബേസ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളുമാണ് നമ്മൾ ഈ കാണുന്നത്. പിൻനിരയിൽ 2 ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡറായിട്ടും ഹാൻഡ് റെസ്റ്റായിട്ടും ഉപയോഗിക്കാം. ഇവിടെ വേണമെങ്കിൽ ഒരു ഫോൺ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഈ ലെതറൈറ്റ് അപ്പോൾസ്ട്രി പിൻനിരയിൽ എത്തുമ്പോഴും നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നുന്നു. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഐസോഫിക്സ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മികച്ച ഡൈമെൻഷൻ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ എന്ന് പറയാം. 3991 mm ഇതിൻ്റെ നീളം. അതുപോലെ തന്നെ 1750 ഇതിൻ്റെ വീതി. 1605 റൂഫ് റെയിൽ ഉൾപ്പെടെ അതിൻ്റെ ഒരു പൊക്കം അത്രയുമാണ്. പിന്നെ എനിക്ക് തോന്നിയത് ശരിക്കും ഇതൊരു ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. ഇടയ്ക്ക് ക്രോമിൻ്റെ കുറച്ച് എലിമെൻറ്റ്സ് വന്നു. ഡോർ ഹാൻഡിൽസ് ഒക്കെ തന്നെ മൊത്തത്തിൽ കറുപ്പ് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പം ഇതൊരു ബ്ലാക്ക് എഡിഷൻ വാഹനങ്ങളോട് എല്ലാ വാഹനപ്രേമികൾക്കും വല്ലാത്ത ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു റൂഫും കൂടി ശരിക്കും കൊടുത്തിരുന്നെങ്കിൽ, ഇത് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു നിറമാണ്. അപ്പം അവർ വളരെ സ്പോർട്ടി ഫീലിന് വേണ്ടിയിട്ട് ശരിക്കും വീലിലൊക്കെ കാലിഫറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റൂഫും കൂടി ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രസീവ് ആയിരുന്നേനെ എന്ന് തോന്നുന്നു. ശരിക്കും സ്പോർട്ടി ആയിട്ടുള്ള റിജിഡ് സ്വഭാവമുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു SUV എന്ന് റെനോ കൈഗറിനെ തീർച്ചയായിട്ടും പറയാം. നമ്മൾ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു ഡ്രൈവാണ് ശരിക്കും പറഞ്ഞാൽ ഗോർണയിൽ നിന്ന് ഗോവയിലേക്കുള്ളത്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഇമ്പ്രസീവാണ്. പിന്നെ മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടി. 205 mm. ഞങ്ങൾ കുറേ സ്പീഡിലും ഒക്കെ തന്നെ വാഹനം ഓടിച്ചു. ഇപ്പോൾ ചെളിയൊക്കെ ഇത് ചെയ്തിരിക്കുന്നത് കാണുക. വഴിയിൽ മഴയുണ്ടായിരുന്നു. എന്നാലും ശരിക്കും എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. ടർബോ വാഹനം കിട്ടിയപ്പോൾ ഉള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു. 1 ലിറ്ററിൽ തന്നെ മാനുവൽ ഓപ്ഷനുമുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഓപ്ഷനുമുണ്ട്. അപ്പം 1 ലിറ്ററിൻ്റെ മാനുവൽ ഓപ്ഷൻ്റെ വില തുടങ്ങുന്നത് 6 ലക്ഷം രൂപ മുതൽ 8,79,000 രൂപ വരെയാണ്. ഓട്ടോമാറ്റിക് പതിപ്പിൻ്റെ വില തുടങ്ങുന്നത് 7,09,000 രൂപ മുതൽ 9,29,000 രൂപയാണ്. ഈ ടർബോ മാനുവലിൽ 2 വേരിയൻറ്റുകളാണ് കിട്ടുന്നത്. അത് 9.5 ലക്ഷം രൂപ മുതൽ 10.5 ലക്ഷം രൂപയാണ് അതിൻ്റെ വില. ടർബോ ഓട്ടോമാറ്റിക്കിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അവർ അതിന് ടർബോ ഓട്ടോമാറ്റിക്കിന് കൊടുത്തിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ എക്സ്ട്രോണിക് CVT എന്നാണ്, കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനിലുള്ള വാഹനം. ആ വാഹനമാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ശരിക്കും എൻജോയ് ചെയ്ത് നമുക്ക് ഓടിക്കാം. അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 10.5 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം രൂപ വരെയാണ്. റെനോ ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ട്രൈബറും കൈഗറും വരാൻ പോവുകയാണ്. അപ്പോൾ 2020 അവർ കുറേ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. അതിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റി ഫീച്ചേഴ്സ് 15ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് വന്നു. റെനോ ഇന്ത്യയുടെ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ എല്ലാ വേരിയൻറ്റുകളിലും സ്റ്റാൻഡേർഡായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഞാൻ പറഞ്ഞു 2 വാഹനങ്ങൾ ഓടിച്ച ശേഷം ടർബോ വാഹനം കിട്ടിയപ്പോൾ ഉള്ള വലിയ സന്തോഷം. കിഡിനേക്കാളും ട്രൈബറിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റിംഗ് കംഫർട്ട്, അതായത് ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ലെതറൈറ്റ് സീറ്റിംഗ് അപ്പോൾസ്ട്രിയെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സീറ്റിംഗ് കംഫർട്ട് നല്ലതാണ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് പൊസിഷൻ നല്ലതാണ്. ഒരു SUVയുടെ എല്ലാ സ്വഭാവങ്ങളും അവർ നൽകുന്നു. പിന്നീട് ഇതിനകത്ത് അത്യാവശ്യം 15ലേറെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ട്രാക്ഷൻ കൺട്രോളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്. ഞങ്ങൾ സ്ത്രീകളൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു കാര്യമാണ് വാഹനം പിന്നോട്ട് ഉരുളുമോ എന്നുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് 4 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്
ഇതൊക്കെയാണ് വിശേഷം. എന്തായാലും ഇന്ന് ഞങ്ങൾ ഓടിച്ചത് 136 കിലോമീറ്ററാണ്. ഈ വാഹനത്തിൽ അത്യാവശ്യം ഏറ്റവും പറയാനുള്ളത് 3 വാഹനങ്ങൾക്കും ബോഡി റോൾ ഇല്ല. സസ്പെൻഷൻ അത്ര മികച്ചതാണെന്ന് തന്നെ പറയുന്നു. ചില അവസരങ്ങളിലൊക്കെ ചില പ്രശ്നം, എന്നാൽ പോലും ബോഡി റോൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ NVH ലെവൽസ് അത്ര മികച്ചതാണെന്നൊന്നും പറയുന്നില്ല. ശരിക്കും ചില അവസരങ്ങളിൽ എൻജിൻ നോയ്സ് നമുക്ക് ക്യാബിനകത്തേക്ക് വരുന്നുണ്ട്. എന്നാലും അഫോർഡബിൾ പ്രൈസിൽ വാല്യൂ ഫോർ മണിയിൽ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു SUV എന്ന കൂട്ടത്തിൽ നമുക്ക് റെനോ കൈഗറിനെ തീർച്ചയായിട്ടും പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 18 കിലോമീറ്ററൊക്കെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും ഉള്ളൊരു ദീർഘദൂര എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ റെനോ കൈഗറിൻ്റെ എല്ലാവിധ വിശേഷങ്ങളും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ ഗുഡ് ബൈ.